നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കഥ പറയുകയാണ്. ഒരു കാക്കയുടെ കഥ പറയുകയാണ്. ഒരു കാക്ക ഒരു ആലിൻ്റെ മുകളിലിരുന്ന് കരയുകയാണ്. കാക്ക കരയുകയാണ്. ആലിൻ്റെ ചുവട്ടിലാണെങ്കിൽ ഒരു സന്യാസി തപസ് ചെയ്യുകയാണ്. ഈ സമയത്താണ് കാക്കയുടെ കണ്ണുനീര് സന്യാസിയുടെ ദേഹത്ത് വീഴാനിടയായത്. അദ്ദേഹം മുകളിലോട്ട് നോക്കി. സന്യാസി മുകളിലോട്ട് നോക്കിയപ്പോൾ കണ്ടത് ആ വിഷമിച്ച് കരയുന്ന കാക്കയെയാണ്. ഉടനെ അദ്ദേഹം കാക്കയോട് ചോദിച്ചു, അല്ലയോ കാക്കയെ, നീ എന്തിനാണ് ഇപ്രകാരം കരയുന്നത്? ഇങ്ങനെ കരയുന്നത് എന്തിനാണ് എന്ന് സന്യാസി കാക്കയോട് ചോദിക്കുകയാണ്. ഇത് കേട്ട മാത്രയിൽ കാക്ക സന്യാസിയോട് പറയുന്നു, അല്ലയോ മഹാത്മാവേ, എന്നെ എല്ലാവരും വെറുക്കുന്നു, എല്ലാവരും എന്നെ ആട്ടിപ്പായിക്കുന്നു, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്ന് വളരെ കരഞ്ഞുകൊണ്ട് കാക്ക സന്യാസിയോട് പറയുകയാണ്. ഇങ്ങനെ ദുഃഖിതനായി ജീവിക്കുന്നതിലും ഭേദം എനിക്ക് മരണമാണ് നല്ലത് എന്ന് കാക്ക സന്യാസിയോട് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ കാക്കയോട് സന്യാസി പറയുകയാണ്, അല്ലയോ കാക്കയെ, നീ ഇപ്രകാരം ഒന്നും പറയരുത്. കാരണം ഓരോ വ്യക്തിയെയും സൃഷ്ടിച്ചത് സാക്ഷാൽ ഈശ്വരനാണ്. അപ്പോൾ ഓരോ വ്യക്തിക്കും അതിൻ്റെതായ മഹത്വങ്ങളും അതിൻ്റെതായ പ്രാധാന്യവും ഉണ്ട്. നിനക്കുള്ള നന്മയിൽ നീ സംതൃപ്തനായാലും ആ നന്മയിൽ നീ സന്തോഷിച്ചാലും എന്ന് സന്യാസി കാക്കയോട് പറയുകയാണ്. പക്ഷേ കാക്ക അതൊന്നും ചെവിക്കൊള്ളാൻ കൂട്ടാക്കുന്നില്ല. കാക്ക വീണ്ടും കരയുകയാണ്. കാക്കയുടെ കരച്ചിൽ വർദ്ധിച്ചതോടെ സന്യാസി കാക്കയോട് ചോദിക്കുകയാണ്, എന്ത് വരമാണ് നിനക്ക് വേണ്ടത്? ഇത് കേട്ട മാത്രയിൽ കാക്ക സന്യാസിയോട് പറയുന്നു, അല്ലയോ മഹാത്മാവേ, എനിക്ക് ഒരു ഹംസമായി മാറിയാൽ മതി. അങ്ങനെ നിന്നെ ഞാനൊരു ആക്കിത്തരാം. അതിനു മുമ്പ് നീ ഹംസത്തോട് ചെന്ന് സുഖവിവരങ്ങൾ തിരക്കിയാലും എന്ന് സന്യാസി കാക്കയോട് പറയുന്നു. അതിന് പ്രകാരം കാക്ക പറന്നു വരികയാണ്. അപ്പോഴാണ് ജലാശയത്തിൽ നീന്തിത്തുടിക്കുന്ന ഹംസത്തെ കണ്ടത്. ഹംസത്തോട് തൻ്റെ സങ്കടം കാക്ക പറയുന്നു. ഇത് കേട്ട മാത്രം ഹംസം പറയുന്നു, നീ അങ്ങനെയൊന്നും പറയരുത്. എന്നേക്കാൾ സുന്ദരി ആരാണ്? തത്തയാണ് എന്നേക്കാൾ ഭാഗ്യവതി, അല്ലെങ്കിൽ എന്നേക്കാൾ സുന്ദരി തത്തയാണ്. അപ്പം ഞാൻ തത്തയേക്കാൾ എത്രയോ ഭാഗ്യഹീനയാണ് എന്ന് ഹംസം തത്തയോടല്ല കാക്കയോട് പറയുന്നു. ഇത് കേട്ട് കാക്ക നേരെ തത്തയുടെ അടുത്തേക്ക് ചെല്ലുന്നു. തൻ്റെ സങ്കടം കാക്ക തത്തയോട് പറയുന്നു, അല്ലയോ തത്തയെ, നീ എത്രയോ ഭാഗ്യവതിയാണ്, നീ എത്രയോ സുന്ദരിയാണ് എന്ന് കാക്ക തത്തയോട് പറയുകയാണ്. ഇത് കേട്ട മാത്രം തത്ത പറയുന്നു, അങ്ങനെയൊന്നും പറയരുത്. എൻ്റെ ഈ സൗന്ദര്യം കാരണം ഞാൻ ഭയന്നാണ് കഴിയുന്നത്. കാരണം ഏത് നിമിഷവും എന്നെ മനുഷ്യർ കൂട്ടിലടച്ചേക്കാം എന്ന ഭയത്തോടെയാണ് ഞാൻ കഴിച്ചു കൂട്ടുന്നത്. ഞാൻ ഭാഗ്യവതിയൊന്നുമല്ല, എന്നേക്കാൾ ഭാഗ്യവതി സുന്ദരി മയിലാണ് എന്ന് തത്ത കാക്കയോട് പറയുകയാണ്. ഉടനെ കാക്ക അവിടെ നിന്നും പറന്നു വരികയാണ്. കാക്ക മയിലിനെ തേടി യാത്രയാവുന്നു. ഉടനെ മയിലിൻ്റെ സമീപത്തെത്തുന്നപ്പോഴാണ് ഒരു മൃഗശാലയിൽ തടവിൽ കിടക്കുന്ന ഒരു മയിലിനെ കാക്ക കാണുന്നത്. കാക്ക തൻ്റെ സങ്കടം മയിലിനോട് പറഞ്ഞു. ഇത് കേട്ട മയിൽ പറഞ്ഞു, ആരാണ് പറഞ്ഞത് ഞാൻ ഭാഗ്യവതിയാണെന്ന്? ഞാൻ ഭാഗ്യവതി ഒന്നുമല്ല. കാരണം എൻ്റെ സൗന്ദര്യ നിമിത്തം ഞാൻ ഇന്ന് ഈ മൃഗശാലയിലെ തടവിലാണ്. മാത്രവുമല്ല, കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും മറ്റും അവർ എൻ്റെ ഓരോ തൂവലും കൂടെ എന്തോയും അടർത്തിയെടുക്കാറുണ്ട്. അതെനിക്ക് അപ്പോഴുണ്ടാകുന്ന എൻ്റെ വേദന എത്രയോ വലുതാണ് എന്ന് മയിൽ കാക്കയോട് തൻ്റെ സങ്കടം മയിൽ കാക്കയോട് പറയുകയാണ്. എന്നിട്ട് മയിൽ കാക്കയോട് പറയുന്നു, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഏറ്റവും ഭാഗ്യവതിയായ പക്ഷി അല്ലെങ്കിൽ നീയാണ് എന്ന് കാക്കയോട് മയിൽ പറയുകയാണ്. കാരണം നിന്നെ മനുഷ്യർ പിടിച്ച് കൂട്ടിലടയ്ക്കാൻ തുനിയുന്നില്ല. അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എന്ന് മയിൽ കാക്കയോട് പറയുകയാണ്. ഇത് കേട്ട മാത്രയിലാണ് കാക്കയ്ക്ക് തൻ്റെ നന്മയെക്കുറിച്ച് കാക്കയ്ക്ക് മനസ്സിലായത്, തൻ്റെ സൗഭാഗ്യത്തെക്കുറിച്ച് കാക്കയ്ക്ക് മനസ്സിലായത്. ഉടൻ കാക്ക തൻ്റെ തനിക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളിൽ കാക്ക എന്ത് ചെയ്യുന്നു? കാക്ക തനിക്ക് ലഭിച്ച ആഗ്രഹങ്ങളെക്കുറിച്ച് കാക്ക ബോധവാനാവുകയാണ്.
നമ്മളെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഈ കാക്കയുടെ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. നമ്മൾ ഒരിക്കൽ പോലും മറ്റൊരാളുമായി നമ്മളെ താരതമ്യപ്പെടുത്തുവാൻ പാടില്ല കേട്ടോ. നമ്മൾ മറ്റൊരാളുമായിട്ട് നമ്മൾ എപ്പോഴും താരതമ്യപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ നമുക്ക് എന്തേ ഉണ്ടാവൂ? നമ്മുടെ മനസ്സിന് ഒരിക്കലും ഒരു സന്തോഷം ലഭിക്കില്ല. എപ്പോഴും ദുഃഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മളുടെ കുറവുകളെക്കുറിച്ച് ഓർക്കാതെ നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകളിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ നന്മകളിൽ സന്തോഷിക്കുക, സന്തോഷവാനായിട്ട് ജീവിക്കുക. നമുക്ക് ലഭിച്ചിരുന്ന നന്മകളിൽ എന്ത് ചെയ്യുക? സന്തോഷവാനായിട്ട് ജീവിക്കുക, സന്തോഷവാനായിട്ട് മുന്നോട്ട് പോവുക. നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ നമുക്കുണ്ടാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ മറ്റൊരാളുമായിട്ട് താരതമ്യപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നന്മയിലൂടെ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ആ നന്മയിലൂടെ മുന്നോട്ട് പോവുക. ആ ഹാർഡ് വർക്കിലൂടെ എന്ത് ചെയ്യുക? വിജയം കരസ്ഥമാക്കാൻ ശ്രമിക്കുക, വിജയം സ്വന്തമാക്കാൻ ശ്രമിക്കുക. ഹാർഡ് വർക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ നേടിയെടുക്കാൻ കഴിയുമെന്നാണ്, ഒരുപാട് ഉയർച്ചകളിൽ എത്തിച്ചേരാൻ കഴിയുമെന്നാണ് കേട്ടോ. നല്ല ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം കേട്ടോ. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന സമയം എന്ത് ചെയ്യുക? പരമാവധി സന്തോഷിക്കുക,